പ്രേക്ഷകർക്കും ദ ചോസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോളിലെ സഭാംഗമായ സിസ്റ്റർ ട്രീസ വി ജോസ് ആണ്. സിസ്റ്ററിന്റെ സന്യാസ സമൂഹത്തിലേക്കുള്ള കടന്നുവരവും എങ്ങനെ ഈ ജീവിത രീതിയിൽ സിസ്റ്റർ സന്യാസ സമൂഹത്തെ സ്വീകരിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾ നമുക്ക് സിസ്റ്ററോട് തന്നെ ചോദിച്ചറിയാം. സിസ്റ്റർ, സ്വാഗതം. സിസ്റ്റർ, അപ്പം ഞങ്ങൾ അറിഞ്ഞു സിസ്റ്റർ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് സന്യാസ സമൂഹത്തിലേക്ക് വന്നതെന്ന്. അപ്പം ആ സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെയൊരു ഉടുപ്പിടാം എന്ന തീരുമാനം ഉണ്ടാവാൻ കാര്യം എന്താണ്? ഞാൻ ആദ്യം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഈ സന്യാസ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം ഒരു 1 ഇയർ ആസ്പിറൻസി കാലഘട്ടത്തിന് ശേഷം വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു പോവുകയും തുടർന്ന് പഠിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഒരു 10 years ബാക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. സിസ്റ്റർ ഇതിനു മുൻപ് ചെയ്തിരുന്ന ജോലി എന്തായിരുന്നു? ഞാൻ ആക്ച്വലി പഠിച്ചത് സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഡിപ്ലോമ കോഴ്സാണ് ചെയ്തത്, ഒരു 2 ഇയറിൻ്റെ. അതിനുശേഷം ഉടനെ തന്നെ ജോലിയിൽ പ്രവേശിച്ചു. തുടർന്ന് പഠിക്കാനായിട്ടാണ് വീണ്ടും തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്റീരിയർ ഡിസൈനിങ് ജോയിൻ ചെയ്തു. ശേഷം ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് കൂടെ ചെയ്തു. വീണ്ടും ആ മേഖലയിൽ തന്നെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്ത് നിന്ന് പെട്ടെന്നാണല്ലോ ഒരു തീരുമാനം എടുത്തത് സിസ്റ്റർ ആവാമെന്ന്? അതോ സിസ്റ്റർ ആകണമെന്ന ആഗ്രഹം ആദ്യം തന്നെ ഉണ്ടായിരുന്നു? ആദ്യം ഒരു തവണ വന്നിട്ട് പോയതായിരുന്നു പറഞ്ഞല്ലോ. ആദ്യം ആഗ്രഹത്തോടെ തന്നെയാണ് ആദ്യം നമ്മൾ സന്യാസ സമൂഹത്തിലേക്ക് പോയത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സുപ്പീരിയേഴ്സിൻ്റെയും പിന്നെ വീട്ടുകാരുടെയും ആഗ്രഹപ്രകാരം ഞാൻ തിരിച്ച് +2 പഠനത്തിനായിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാച്ച്മേറ്റ്സ് എല്ലാവരും +2 കഴിഞ്ഞ കുട്ടികളായിരുന്നു. അപ്പോൾ അവരെല്ലാവരും അടുത്ത കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു അന്നേരം. ആ ടൈമിൽ എനിക്കൊരു ചോയ്സ് കിട്ടി. ഒന്നല്ലെങ്കിൽ +2 വീട്ടിൽ പോയി പഠിക്കാം, അല്ലെങ്കിൽ കോൺവെന്റിൽ നിന്ന് പഠിക്കാം. സോ ഞാൻ ആ ചോയ്സ് എടുത്തു, ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പം ഈ പിന്നീട് ഈ ജോലിയിലൊക്കെ പ്രവേശിച്ചിരുന്ന സമയത്തും തിരിച്ചു വരണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും അല്ലേ? ഇല്ല, ആ സമയത്ത് അങ്ങനെ ആഗ്രഹമൊന്നും തോന്നിയിട്ടൊന്നുമില്ല. +2 കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മൈൻഡ് കുറേയൊക്കെ ചേഞ്ച് ആയായിരുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ കൂടെ അങ്ങ് മുമ്പോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ തിരിച്ചു പോരുന്നതിന് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം പോകണ്ടെന്ന് തീരുമാനിച്ചു. തുടർന്ന് പഠിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് പഠിച്ച് പിന്നെ എന്തുകൊണ്ടാണ് സിസ്റ്റർ ആവാമെന്ന് തോന്നിയത്? തിരിച്ചു വരാനായിട്ടുള്ള കാരണം, ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ആസ്പിറൻസി മിസ്ട്രസ് ആയിരുന്ന സിസ്റ്റർ സെലീന ജോണിനെ ഒരിക്കൽ കൂടെ കാണാനായിട്ട് ഇടവന്നു. അപ്പം സിസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പം വീണ്ടും സിസ്റ്റർ എൻ്റെ ലൈഫ് പ്ലാൻ എന്താണെന്ന് ചോദിച്ചു. ഇനി എന്താണ് മുമ്പോട്ട്, ഇനി എന്താണ് തീരുമാനം? എനിക്ക് വീട്ടിൽ 2 അനിയത്തിമാരാണുള്ളത്. അപ്പം നീ ഇങ്ങനെ നിന്നാൽ ശരിയാവുകയല്ല, നീ ഒരു ലൈഫിലേക്ക് പോകണം, ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ച് നീ ഇങ്ങനെ നിന്ന് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞതിനോട്. പക്ഷെ ആക്ച്വലി ഞാൻ അതുകൊണ്ടൊന്നും അല്ല, കുറച്ചുകൂടെ പോട്ടെ, വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിനും ഹെൽപ്പ് ചെയ്യണം, എന്നെ കൊണ്ട് പറ്റുന്ന നന്മ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡോടെ മാത്രം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പം സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊരു തോട്ടായിട്ടുള്ളിൽ വന്നു. പക്ഷെ അത് പിന്നീടുള്ള സംസാരങ്ങളിൽ ആ ചിന്ത കുറേയും കൂടെ മനസ്സിലേക്ക് ആഴപ്പെടാനായിട്ട് കാരണമായി. പിന്നീട് സിസ്റ്റർ എന്നോട് ചോദിച്ചു, നിനക്ക് വീണ്ടും കോൺവെന്റിലേക്ക് തന്നെ വരാനായിട്ടാണോ താല്പര്യം, അതുകൊണ്ടാണോ? ഞാൻ പറഞ്ഞു, ഞാൻ കോൺവെന്റിലേക്കൊന്നും വരുന്നില്ല, എന്തായാലും കോൺവെന്റിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാൽ തന്നെയും തമ്പുരാനോടുള്ളൊരു സ്നേഹം മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. എന്ത് കാര്യം ചെയ്യുമ്പോഴാണേലും ഈശോനെ കൂട്ടുപിടിച്ച് എല്ലായിടത്തും പോയിട്ടുള്ളൂ. അപ്പോൾ തുടർന്നുള്ള വഴികളിൽ തമ്പുരാൻ തന്നെ തുണയുണ്ടാകുമെന്ന വലിയ ഉറപ്പും വിശ്വാസവും എനിക്കുണ്ടായിരുന്നു.
ഒപ്പം വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യണം, വീട്ടുകാരെ ഒരു ഞാനേ അവർക്കുള്ളൂ ഒരു വിചാരം ഉള്ളിലുണ്ടായിരുന്നുകൊണ്ട് വീണ്ടും ഒരു വഴിക്കും പോകാനായിട്ടുള്ള ഒരു താല്പര്യം എനിക്കില്ലായിരുന്നു. കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരായിട്ട് അറിയില്ലല്ലോ, ഇപ്പം ചെന്ന് കയറുന്ന സ്ഥലം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കുമല്ലോ പിന്നീടുള്ള ജീവിതം മുമ്പോട്ട് പോവുക. അപ്പം അതുകൊണ്ട് അതിനോട്ടുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പം കോൺവെന്റിൽ പോയാലും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇനി എനിക്ക് പറ്റുകയില്ല. സോ എൻ്റെ തന്നെ ഒരു ബുദ്ധിയിൽ ആശ്രയിച്ചു നിന്നിരുന്നൊരു സമയമാണത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഞാനല്ല, തമ്പുരാനാണ് എൻ്റെ കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വഴി തമ്പുരാനോട് കൂടെ തന്നെയാണ്, അവൻ നോക്കിക്കോളൂ. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് കോൺവെന്റിലേക്ക് പോയത്. അപ്പം ഒരു തവണ വീട്ടുകാര് വലിയ സപ്പോർട്ട് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പെട്ടെന്ന് വീണ്ടും ഈ ഒരു പാത സ്വീകരിച്ചപ്പോ വീട്ടുകാർ അതിനെങ്ങനെയാണ് എടുത്തത്? വീട്ടുകാര്, ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ആ സമയത്തോടെ എനിക്ക് കല്യാണാലോചനകളൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ കട്ടാൻ റേറ്റ് ഞാൻ അവരോട് നോ പറയുമായിരുന്നു. അവർക്കതൊരു വിഷമായിരുന്നു ആക്ച്വലി. പിന്നെ ഇങ്ങോട്ട് കുറച്ച് കാലങ്ങൾ മുമ്പോട്ട് ഒരു ഏകദേശം ഒരു 10 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും 9-10 വർഷത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും കോൺവെന്റിലേക്ക് തിരിച്ചു വരുന്നത്. ഇത്രയും കാലഘട്ടമായപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി എന്നെ കെട്ടിച്ചു വിടാന്നുള്ള അവർക്ക് അത്ര എളുപ്പമായിരിക്കില്ല. സോ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്തു. പിന്നെ അവരുടെ ബ്ലെസ്സിങ്ങോട് കൂടെയാണ് ഞാൻ എൻ്റെ കോൺവെന്റിലേക്ക് തിരിച്ചു പോരുന്നത്. അതെ, അപ്പൊ അവർക്ക് പിന്നീട് അത് അവർ വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചു. തീർച്ചയായിട്ടും ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നതിൽ. അതെ. അപ്പം ഈ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത്, കൂടെ പഠിക്കുന്നവരും കൂടെ ജോലി ചെയ്യുന്നവരും ഒക്കെ? കൂടെ ജോലി ചെയ്യുന്ന വെച്ചാൽ ഹാർഡ്വെയർ പഠിച്ചിരുന്നോണ്ട് കൂടുതലും ഉണ്ടായിരുന്ന കൂട്ടുകാരെന്ന് വെച്ചാൽ ബോയ്സ് ആയിരുന്നു. അവരായിട്ട് നല്ല കമ്പനി ആയിരുന്നു. അവരോട് പറയാനായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വഴക്ക് പറഞ്ഞു. പിന്നെ പറഞ്ഞു നിനക്ക് വേറെ പണിയൊന്നുമില്ല, വട്ടായിട്ടാണ് ഈ കോൺവെന്റിലേക്ക് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരില്ല, എൻ്റെ വട്ടം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകത്തില്ല, പക്ഷെ എനിക്ക് അതിലൊരു ത്രില്ലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അതെ, അപ്പൊ കൂട്ടുകാർക്കും അത് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു, കാരണം വെച്ചാൽ അവര് ഒന്നാമത് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരല്ല, അതുകൊണ്ട് അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം കൂട്ടുകാരെന്ത് പറയുന്നു? ഇപ്പൊ ഒത്തിരി കോണ്ടാക്ട് ഒന്നും ഇല്ല അവരായിട്ട്. എനിക്ക് ചെറിയ കോണ്ടാക്ട് ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല ആർക്കും. കുഴപ്പമില്ല. അപ്പൊ എല്ലാവരുടെയും ഒരു സ്നേഹം ഈ ഒരു പാതയിൽ എത്തി നിൽക്കുമ്പോഴുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആരെയെങ്കിലും കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ ആക്കിയിട്ട് എങ്ങനെയാണോ സിസ്റ്റർ ആകണം എന്നൊരാഗ്രഹം ആദ്യമേ? ഇല്ല, അങ്ങനെ റോൾ മോഡൽ എന്നൊന്നും പറയാനായിട്ടൊന്നുമില്ല. കുഞ്ഞിലെ CMC സിസ്റ്റേഴ്സ് ആയിരുന്നു ഞങ്ങളുടെ ആദ്യം. ഞങ്ങൾക്ക് അവിടെ വിൻസെൻഷൻ സിസ്റ്റേഴ്സ് ഉണ്ട്. അതിനു മുമ്പ് CMC സിസ്റ്റേഴ്സ് അടുത്തുള്ള ഇടവകയിൽ നിന്ന് വന്നിട്ടായിരുന്നു നമ്മുടെ പള്ളിയിൽ സേവനം ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവരുടെ ഒരു കെയറും സ്നേഹവും ഒക്കെ ഒത്തിരിയേറെ ആകർഷിച്ചിട്ടുണ്ട്. അവരോടൊരു സ്നേഹം ഉണ്ടായിരുന്നു പ്രത്യേകം. അപ്പൊ ഈ സിസ്റ്റേഴ്സിന് ഉടുപ്പിട്ട് കാണുമല്ലോ എപ്പോഴും കാണുന്നത്, ആ ഒരു ഉടുപ്പിനോടൊരു സ്നേഹം ഉണ്ടായിരുന്നു. ഞാൻ സിസ്റ്റർ ആവും എന്നൊന്നും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ആരോടും, പക്ഷെ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അത് ഇവിടെ എത്തിച്ചു അവസാനം. ഇപ്പോഴും ജോലി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? അതായത് ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഞാനിവിടെ സെന്റ് ജോസഫ് കോളേജ് ദേവഗിരിയിൽ എക്സാം ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. 2 വർഷം ആവുന്നു ഇവിടെ വന്നിട്ട്. ഇതിനു മുമ്പ് ഡീപ്പോളിലായിരുന്നു, കൽപ്പറ്റ ഡീപ്പോളിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, സിസ്റ്ററുടെ വീട്ടുകാർക്ക് ആദ്യം എതിർപ്പുണ്ടായിരുന്നു, പിന്നീട് സിസ്റ്റർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു വീട്ടുകാരെ ആര് നോക്കും എന്നതില്. പിന്നെ സിസ്റ്റർ തിരിച്ചറിയാണ് അത് ദൈവം തന്നെ സംരക്ഷിച്ചുകൊള്ളും, എനിക്ക് എന്റെ പാത ദൈവം കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് വീട്ടുകാരെ കുറിച്ചും സംസാരിച്ചാലോ? വീട് എവിടെയാണ്? എന്റെ വീട് എറണാകുളം ജില്ലയിലാണ്, പറവൂർ ഫോനയിലാണ് എന്റെ ഇടവക വരുന്നത്. സെന്റ് മേരീസ് ചർച്ച് വലിയ പല്ലന്തുരുത്ത് എന്ന് പറയും. ഇപ്പൊ വീട്ടില് ആരൊക്കെയുണ്ട്? വീട്ടില് അപ്പച്ചൻ അമ്മച്ചിയും 2 അനിയത്തിമാരാണ് എനിക്കുള്ളത്. ഇപ്പൊ അപ്പച്ചൻ അമ്മച്ചി മാത്രമേ വീട്ടിലുള്ളൂ. അനിയത്തിമാര് ഒരാള് ടീച്ചിങ് ഫീൽഡാണ്, അവള് തൃശ്ശൂര് ആണ് വർക്ക് ചെയ്യുന്നത്. മറ്റേയാള് ട്രിവാൻഡ്രം ആണ് വർക്ക് ചെയ്യുന്നത്, ഒരു പ്രൊജക്ട് വർക്കായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പച്ചന് കൂലിപ്പണിയായിരുന്നു. ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ പറ്റി ഇപ്പൊ ഒത്തിരി പണിക്കൊന്നും പോകുന്നില്ല. അമ്മച്ചി ചെറിയ പണികൾക്കൊക്കെ പോകുന്നുണ്ട്. ചെറിയ പണികളൊക്കെ എടുത്ത് ഇപ്പൊ അവര് പോകുന്നു. ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ? വിളിക്കും. ഇടയ്ക്ക് അവിടെ പോവാറൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇയർലി ആണ് ഞങ്ങൾക്ക് ലീവ് വരുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ പോകും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ വാങ്ങിച്ചിട്ട് പോവാം. അപ്പം സിസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒത്തിരി, സിസ്റ്റർ ഇപ്പൊ പറഞ്ഞതെന്ന് മനസ്സിലായി, വളരെയധികം നമ്മളെ പോലെ തന്നെ ഈ കാലഘട്ടത്തിനനുസരിച്ച് ജീവിച്ചു പോയ ഒരാൾ. അതെ. പെട്ടെന്നാണ് സിസ്റ്റർ ആയിട്ടൊരു തിരിച്ചുവരവും ഉണ്ടാകുന്നത്. അപ്പം സിസ്റ്റർക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ഉടുപ്പിട്ടതിന് ശേഷം എനിക്കതായിരുന്നു, അല്ലെങ്കിൽ എനിക്കത് മതിയായിരുന്നു, ആ ജീവിതം മതിയായിരുന്നു എങ്ങാനും എപ്പോഴെങ്കിലും തോന്നിപ്പോയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാല്
ഒരു 5, 8, 9 വർഷക്കാലം പുറത്ത് ജീവിച്ച് പുറത്ത് എന്താണ് നടക്കുന്നതെന്നും പുറം ലോകത്തിന്റെ സുഖവും ദുഃഖവും എല്ലാമായിട്ട് മനസ്സിലാക്കാനായിട്ട് നല്ല തമ്പുരാൻ എന്നെ ഒത്തിരിയേറെ സഹായിച്ചു. അത് എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല. ഒരു പക്ഷേ ഞാൻ അന്ന് പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് പുറം ലോകം എന്താണെന്ന് ചിലപ്പം ഇപ്പം അറിയുന്നത് പോലെ അറിയാനായിട്ട് പറ്റത്തില്ലായിരുന്നിരിക്കും. പക്ഷേ ഇന്ന് എനിക്കറിയാം ഒത്തിരിയേറെ ലോകത്തിൻ്റെതായിട്ടുള്ള സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ പുറത്തുണ്ട്. അതിനേക്കാൾ ഉപരി സന്യാസ ജീവിതത്തിൽ അതിനേക്കാൾ കൂടുതൽ ആനന്ദമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ലൈഫ് എനിക്ക് ഒരിക്കലും മടുത്തും തോന്നിയിട്ടില്ല. ഇല്ല, അപ്പൊ ഇതിങ്ങനെ വളരെയധികം സന്തോഷത്തോടെ പോകുന്നു. അതെ അല്ലേ. ഇതിനു മുമ്പ് വേറെ കോൺവെന്റിൽ എവിടെയെങ്കിലും അതോ ജോയിൻ ചെയ്തപ്പോൾ തൊട്ട് ഈ കോൺവെന്റിൽ തന്നെയാണ്? കോൺവെന്റ് CMC-കാരുടെ കോൺവെന്റിൽ ഞാൻ ഒരു പ്രാവശ്യം ക്യാമ്പിന് പോയിട്ടുണ്ട് ജസ്റ്റ്. അതിനുശേഷമാണ് നമ്മുടെ വിൻസെന്റ് ഗിരിയിൽ നടക്കുന്ന ക്യാമ്പിൽ സംബന്ധിക്കുന്നത്. അപ്പോൾ ഇഷ്ടം തോന്നിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. അപ്പൊ സിസ്റ്റർ നേരത്തെ പറഞ്ഞിരുന്നു സിസ്റ്ററുടെ ഇടവകയില് CMC സിസ്റ്റേഴ്സ് മറ്റ് വേറൊരു ഇടവയിൽ നിന്ന് ഇടയ്ക്ക് വരുമായിരുന്നു. അപ്പൊ അവർ ആ ഉടുപ്പിട്ടത് കണ്ടിട്ട് അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഈ കന്യാസ്ത്രീ ആവാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ CMC-കാരെ കണ്ട് ഇഷ്ടപ്പെട്ട ആ ഉടുപ്പിന് ഇഷ്ടപ്പെട്ട് വന്ന ഒരാള് പെട്ടെന്ന് സെന്റ് വിൻസെന്റ് ഡി പോളിന്റെ ചാരിറ്റിയിലേക്ക് വരുന്നതിന്റെ കാരണം എന്താണ്? അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ കാര്യം എന്താണ്? CMC-കാരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടമായിരുന്നു. അവർ നമ്മളോട് അറ്റാച്ച് ചെയ്യുന്ന രീതി എനിക്ക് ഇഷ്ടമായിരുന്നു. എക്സ്പെഷ്യലി വൺ സിസ്റ്റർ പ്രസന്ന എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സിസ്റ്റർ ആയിരുന്നു. കുഞ്ഞിലേ മുതൽ എന്നെ ഒത്തിരിയേറെ കെയർ ചെയ്ത് 1ാം ക്ലാസ് മുതൽ ഇങ്ങനെ പഠിപ്പിച്ച് ഒരു 3-4 വയസ്സ് 4ാം ക്ലാസ് വരെയൊക്കെ സിസ്റ്ററായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. പക്ഷെ അവരാരും എന്നെ കോൺവെന്റിലേക്ക് വിളിച്ചിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അല്ല, എൻ്റെ ആറ്റിറ്റ്യൂഡും എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ കോൺവെന്റിൽ പോകുന്ന എൻ്റെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ആർക്കും തോന്നിയിട്ടുമില്ല. പിന്നെ 10ാം ക്ലാസ് ആയപ്പം ജസ്റ്റ് ക്യാമ്പിന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു, ജസ്റ്റ് പോയി, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ കോൺവെന്റിലും ക്യാമ്പിന് വന്നു. ആ സമയമായപ്പോഴേക്കും നമ്മുടെ വിൻസെന്റിയൻ സിസ്റ്റേഴ്സ് നമ്മുടെ പള്ളിയിൽ സേവനം അനുഷ്ഠിക്കാനായിട്ട് ഉണ്ടായിരുന്നു. സോ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ തന്നെ തുടർന്ന് പോകാനായിട്ട് തീരുമാനിച്ചു. അവരവിടെ ഒത്തിരിയേറെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ആയിരുന്നു. നമുക്കവിടെ സ്കൂളുണ്ടായിരുന്നു, ചെറിയ നഴ്സറി സ്കൂളായിരുന്നു. അവിടെ നമ്മുടെ സിസ്റ്റേഴ്സ് വിൻസെന്റിയൻ സിസ്റ്റേഴ്സ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല കൂട്ടായിരുന്നു. ഞങ്ങൾ കുട്ടികളോട് അവർ നല്ല അറ്റാച്ച്മെന്റ് ആയിരുന്നു. അതൊക്കെ എനിക്ക് ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഈ സെന്റ് വിൻസെന്റ് ഡി പോളിന്റെ സിസ്റ്റേഴ്സ് ചെയ്യുന്ന പ്രധാന പ്രവർത്തനങ്ങൾ, മിഷണറി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ആതുര സേവനത്തിലാണ് നമ്മുടെ വിൻസെന്റിയൻ സിസ്റ്റേഴ്സ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എങ്കിലും കാലത്തിൻ്റെതായിട്ടുള്ള ഇന്നത്തെ കാലത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് വിൻസെന്റ് സഹോദരിമാർ ഒത്തിരിയേറെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ ഹോസ്പിറ്റൽസ് ഉണ്ട്, അതേപോലെ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ സേവനം ചെയ്യുന്നുണ്ട്. അതേപോലെ ഹോസ്പിറ്റലിൽ നിന്ന് അസുഖം മാറിക്കൊണ്ടുപോയി വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാരെ റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ നമ്മൾ ശുശ്രൂഷിക്കുന്നുണ്ട്. അതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ളവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സിസ്റ്റേഴ്സ് രംഗത്തുണ്ട്. അതേപോലെ കൗൺസിലിങ്ങിൽ അവർ ഇൻവോൾവ് ആണ്. വിദ്യാഭ്യാസം രംഗങ്ങളിലും നമ്മുടെ സിസ്റ്റേഴ്സ് ഒത്തിരിയേറെ പ്രവർത്തിക്കുന്നുണ്ട്. മിഷൻ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ രണ്ടാമത് ഉടുപ്പിട്ടിട്ട് ഈ സഭയിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേക അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും? എനിക്ക് കുറച്ചും കൂടെ എല്ലാവരെയും അറിയായിരുന്നു, കുറേ സിസ്റ്റേഴ്സിനെ അറിയായിരുന്നു. അതുകൊണ്ട് എനിക്കൊത്തിരി പെയിനൊന്നും തോന്നിയിട്ടില്ല. എല്ലാവരും എന്നോട് ഒത്തിരിയേറെ സന്തോഷത്തോടെ സ്നേഹത്തോടെയും പെരുമാറിയിട്ടുണ്ട് എൻ്റെ സിസ്റ്റേഴ്സ്. എൻ്റെ സിസ്റ്റേഴ്സിനെ ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കും എന്നാൽ നമ്മളൊക്കെ അങ്ങനെയാണ് പറയാ, കന്യാസ്ത്രീകൾ എന്ന് പറയുന്ന ദൈവത്തിന്റെ മണവാട്ടി. അപ്പോൾ ദൈവത്തിന്റെ മണവാട്ടിയായി മാറുന്ന സമയത്ത് ദൈവത്തിലേക്ക് അടുപ്പം കൂടിയതായിട്ടോ അല്ലെങ്കിൽ ദൈവത്തിനെ കൂടുതൽ അടുത്തറിയാനായിട്ടോ സാധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത്തരം ഒരു അനുഭവം പറയാമോ? ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതല്ല, ദൈവം നമ്മളെ കൂടുതൽ ചേർത്ത് പിടിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഒത്തിരിയേറെ ചിലപ്പം മൂഡ് ചേഞ്ചസ് ഉണ്ടാവും. ചില സമയങ്ങളിൽ നമുക്ക് നെഗറ്റീവ് ചിന്തകളൊന്നും ഇല്ലാതിരിക്കുന്നു സിസ്റ്റേഴ്സിന് ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല, എല്ലാം ഉണ്ടാവും. പക്ഷേ തമ്പുരാൻ്റെ അടുത്ത് വന്നിരിക്കാനായിട്ട് ഒരു സന്യാസിനി സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് പോരാനായിട്ടുള്ള ഒത്തിരിയേറെ ശക്തി തമ്പുരാൻ തരും. അല്ല നമ്മുടെ കഴിവിലൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഒരു ദൈവത്തിന്റെ മണവാട്ടിയായി തുടർന്നുകൊണ്ട് പോകാനുള്ള ശക്തി അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള അനുഗ്രഹം അത് ദൈവത്തിന്റെ അവിടെ എത്ര അടുത്തിരിക്കുന്നു അത്രത്തോളം ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. തമ്പുരാന്റെ അടുത്ത് എത്ര നേരം ഇരിക്കാൻ പറ്റുന്നുണ്ടോ അതിൽ നിന്ന് കിട്ടുന്നതേ നമ്മുടെ ലൈഫിൽ മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പുറത്ത് ചെയ്താലും അതിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെന്നല്ല, എല്ലാം തമ്പുരാനോട് കൂടെ ചെയ്യുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവും.
അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കറന്റ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞല്ലേ? എവിടെയായിരുന്നു വർക്കിന്? എക്സാംസ് ഇപ്പം ഇവിടെ ദേവഗിരിയില് സെന്റ് ജോസഫ് കോളേജ്. സെന്റ് ജോസഫ് കോളേജിൽ. അപ്പം അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടെയുള്ള കൊളീഗ്സ് ഉണ്ടാവല്ലോ, ഉണ്ട്. അപ്പൊ അവര് ഈ സിസ്റ്ററുടെ ഈ കഥ കേട്ടിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വളരെ ആകാംക്ഷയോട് കൂടെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് സിസ്റ്ററുടെ? ഞാൻ ഒത്തിരി കഥ പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല. വളരെ സൈലന്റ് ആണെന്നാണ്. ഒത്തിരി അല്ല, ഞാൻ അങ്ങനെ ഒത്തിരിയേറെ എന്നെ കുറിച്ച് ഞാൻ ഒത്തിരി അങ്ങനെ പറയാറില്ല. എങ്കിലും സിസ്റ്റർ ഇങ്ങനെ ഒരു അവർക്ക് അറിയത്തില്ല ആക്ച്വലി ഞാൻ ഇങ്ങനെ ഇത്രയും കോംപ്ലിക്കേഷൻ ഉള്ള ഒരാളാണ്. ഇതിങ്ങനെ എന്താ പറയുക, കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വന്ന ആളൊന്നും അറിയത്തില്ല. ഞാൻ ഉള്ള ആൾക്കാരോട് ഹാപ്പി ആയിട്ട് മൂവ് ചെയ്യുന്നു, മുമ്പോട്ട് പോകുന്നു. ഇപ്പം നമ്മുടെ പിന്നെ അവിടെ എന്ന് വെച്ചാൽ കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്, എക്സാം ഓഫീസ് ആയതുകൊണ്ട്. അതുകൊണ്ട് കുട്ടികളോടും മറ്റ് സ്റ്റാഫ്സിനോടൊക്കെ ഒത്തിരി മിംഗിൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അവിടെ. സിസ്റ്റർ ഈ സന്യാസ സമൂഹത്തിലേക്ക് വന്നിട്ട് ഇപ്പൊ ഏകദേശം എത്ര വർഷത്തോളായി? ഇപ്പൊ ഏകദേശം 10 വർഷത്തോളം ആവുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് രണ്ടാമത് തിരിച്ചു വന്നിട്ട്. ആദ്യം 2016 പോയിട്ട് തിരിച്ചു വരുന്നത്. ആസ്പിറൻസിയും പോസ്റ്റൻസിയും നോഷീറ്റും കഴിഞ്ഞ് 2020 ഉടുപ്പിടുന്നത്. കൊറോണ ബാച്ച് എന്നാണ് ഞങ്ങൾ പറയുക. കൊറോണയുടെ സമയത്തായിരുന്നു. അതുകൊണ്ട് ഒത്തിരിയേറെ ആൾക്കൂട്ടമൊന്നും ഇല്ലാതെ ചെറുതായിട്ട് ലളിതമായിട്ടുള്ള രീതിയിൽ, എന്നാൽ ഒത്തിരിയേറെ സന്തോഷത്തോടും കൂടെ ഈശോയെ സ്വന്തമായിട്ട് സ്വീകരിക്കാനായിട്ട് സാധിച്ചു. ഇപ്പം അത് കഴിഞ്ഞ ശേഷം കുറച്ച് നാൾ ഞാൻ ജനറലേറ്റിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഡിപ്പോൾ സ്കൂളിലേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് അങ്ങോട്ടേക്ക് മാറുന്നത്. അവിടെ ഡിപ്പോൾ ചർച്ചും കോൺവെൻറ്റ് അടുത്തടുത്താണ് നമ്മുടെ. കോൺവെൻറ്റിലായിരുന്നു കമ്മ്യൂണിറ്റി സ്കൂള്, പള്ളിയുടെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അവിടെ ഒരു 2 വർഷക്കാലം ഉണ്ടായിരുന്നു. ഹാർഡ്വെയർ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടായിരുന്നു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ആവുന്നതും ഇവിടെ സെന്റ് ജോസഫ് കോളേജിൽ വർക്കിന് കയറുന്നത്. അതെ, ഇപ്പൊ ഇവിടെ വർക്കിന് കയറിയിട്ട് ഇവിടെ ഇപ്പം 2 വർഷം ആവുന്നതേ ഉള്ളൂ. സിസ്റ്റർ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു കാലഘട്ടം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടുപ്പിട്ടത്, അതുകൊണ്ട് എനിക്കിനി അത് ഉടുപ്പൂരണമെന്ന് തോന്നലില്ല എന്ന് പറഞ്ഞു. അതെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവര് കാണുന്നതെല്ലാം ശരിയാണ്, കാണുന്നത് പോലെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം കുട്ടികളുള്ള ഒരു സമയമാണ്. അപ്പൊ അവർക്ക് പൊതുവെ തന്നെ വിശ്വാസത്തോടാണെങ്കിലും ദൈവവിശ്വാസത്തോടാണെങ്കിലും സന്യാസ സമൂഹങ്ങളോടാണെങ്കിലും വലിയ താല്പര്യമൊന്നും അവർ പ്രകടിപ്പിക്കാറില്ല. ഒരു പരിധി വരെ അവരൊരു പരിഹാസത്തോടെ കാണുന്നതുമാണ്. അപ്പൊ ഇത്തരം ഒരു കാലഘട്ടത്തെ കൂടെ അറിഞ്ഞ ഒരാളാണ് സിസ്റ്റർ. അപ്പൊ സിസ്റ്റർക്ക് ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികളോട് അല്ലെങ്കിൽ അവരോട് ഈ ഒരു സന്യാസ സമൂഹത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ കാലഘട്ടത്തിലെ കുട്ടികളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറൊന്നുമല്ല. കാരണം വെച്ചാൽ ഒത്തിരിയേറെ നല്ല കുട്ടികൾ ഇന്നത്തെ കാലഘട്ടത്തിലും നമുക്കുണ്ട്, ഒത്തിരിയേറെ നല്ല പിള്ളേരുണ്ട്. പക്ഷെ കുറച്ച് നെഗറ്റീവ് സൈഡ്സ് ഉള്ള പിള്ളേരും ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. അവരെ കൊണ്ട് മറ്റുള്ളവരെ മൂടി വെക്കാനായിട്ട് പറ്റുകയില്ല. ഒത്തിരിയേറെ മക്കളുണ്ട് തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നവരും. ഇപ്പം ഇവിടെ നമ്മുടെ ഹോസ്റ്റലിൽ തന്നെ എത്രയോ പിള്ളേരുണ്ട് ജീസസ് യൂത്തിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നവരും. എന്നാൽ പള്ളിയിൽ പോവാതെ കൊന്തയ്ക്ക് വരാതിരിക്കുന്ന പിള്ളേരും ഇല്ല എന്ന് പറയാൻ പറ്റുകയില്ല. അപ്പം ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ തിന്മയ്ക്ക് എത്രത്തോളം വളരാൻ പറ്റുമോ അതിൽ കൂടുതൽ നന്മ വളരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹായിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ള കൂട്ടത്തിലാണ് ഞാൻ. ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് സന്യാസ സമൂഹത്തിന്റെ മഹത്വത്തെ കുറിച്ച്, അതിപ്പോ പൗരോഹിത്യം ആണെങ്കിലും ശരി, സിസ്റ്റേഴ്സ് ആണെങ്കിലും ശരി, ആ ഒരു മഹത്വത്തെ കുറിച്ച് എന്താണ് സിസ്റ്റർ പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? അത് ഏതൊരു ജീവിത വിളിയാണേലും അതൊരു മോശപ്പെട്ട കാര്യമല്ല. ഇപ്പം സിസ്റ്റേഴ്സ് ആയിട്ട് മാത്രമേ എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ എന്നൊന്നും ഇല്ല. സിസ്റ്റേഴ്സ് ആയാലും കുടുംബജീവിതം നയിക്കുന്നവരായാലും തമ്പുരാൻ വിളിച്ച വിളി ഏതാണോ അതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ചിലരെ ദൈവം സന്യാസ ജീവിതത്തിലേക്കായിരിക്കും വിളിക്കുന്നത്, മറ്റുള്ളവരെ ദൈവം വിളിക്കുന്നത് കുടുംബജീവിതത്തിലേക്കായിരിക്കും. ഒരു നല്ല കുടുംബിനിയായി, നല്ലൊരു അപ്പനായി, അമ്മയായി സമൂഹത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു സന്യാസിനിയായി ഈശോയുടെ സ്വന്തമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ പറ്റുക എന്നുള്ളതും. കുടുംബം എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലായിടത്തും കയറി ചെല്ലാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഒരു സന്യാസിനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് കുടുംബത്തിലും സ്വന്തം പോലെ കയറി ചെല്ലാനായിട്ട് പറ്റും. ആ ഒരു വ്യത്യാസമുണ്ട്. എല്ലാവരും എൻ്റെ കുടുംബമാവുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ പാരൻസിനെ നോക്കണം, എൻ്റെ കുടുംബത്തെ ഒന്ന് സെറ്റിൽ ആക്കണം, അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറി. എൻ്റെ കുടുംബം പോലെ തന്നെയാണ് എല്ലാവരുടെയും കുടുംബം. സോ
എല്ലാവരും മുമ്പോട്ട് പോകാനായിട്ട് തമ്പുരാന്റെ അടുത്ത് മാധ്യസ്ഥം വഹിക്കാനായിട്ട് എനിക്കിപ്പോൾ പറ്റുന്നുണ്ട്. സിസ്റ്റർക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ പേരിൽ കുട്ടികളുടെ സിസ്റ്റർ ഇപ്പോൾ കോളേജിൽ വയ്ക്കുകയാണ്, അപ്പൊ കുട്ടികളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സിസ്റ്ററുടെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നോ എവിടെന്നെങ്കിലും ഒരു പരിഹാസം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? പരിഹാസം ഏൽക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. നമ്മളോട് എപ്പോഴും കുറച്ചുകൂടെ മനുഷ്യർ റെസ്പെക്റ്റോടെ പെരുമാറുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നമുക്ക് ശരിക്കും ആക്ച്വലി ഞാൻ ഇടയ്ക്ക് വൈകുന്നേരം ഇരുന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഓർക്കും, ഈശോയെ ഈ കിട്ടുന്ന റെസ്പെക്റ്റൊക്കെ നിന്റെ കൂടെ വന്നതുകൊണ്ട് മാത്രം കിട്ടുന്നതാ, അല്ലാതെ എൻ്റെ ഒരു കഴിവിൽ നിന്നുകൊണ്ടൊന്നും എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു റെസ്പെക്റ്റ് സ്വീകരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇങ്ങനെ ഇടപെടാനോ ഒരിക്കലും സാധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. അപ്പം തമ്പുരാൻ്റെ കൂടെ വന്നത് കൊണ്ടുള്ളൊരു ഗ്രേസ് തമ്പുരാൻ തന്നതാണ്. അത് തമ്പുരാൻ തന്നെ മഹത്വം, അല്ലാതെ നമുക്കൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സിസ്റ്റർ ഈ കോൺവെന്റിലാണെങ്കിലും ഹോസ്റ്റലുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ ഈ ഹോസ്റ്റലിൽ വരുന്നുണ്ട്, ജോലി ചെയ്യുന്നവർ ഹോസ്റ്റലുണ്ട്. സിസ്റ്റർ ആണെങ്കിലും കോളേജിൽ വർക്ക് ചെയ്യുമ്പോഴും ഒത്തിരി കുട്ടികളെ കാണുന്നുണ്ട്. അപ്പം അവരിൽ ആരെങ്കിലും ഒരു പക്ഷേ ഇങ്ങനെ വളരെ കൺഫ്യൂസ്ഡ് ആണ്, നമ്മളിപ്പം അവർക്ക് ഈ ദൈവവിളി ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ജോലിയേക്കാൾ അധികം ഈ ഒരു ഉടുപ്പ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ മറ്റ് പല ചുറ്റുപാടിൽ നിന്നുള്ള കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടോ മറ്റോ ചിലപ്പോൾ അവർക്ക് ഇത് ചൂസ് ചെയ്യാൻ പറ്റാതെ വരാറൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നുണ്ട്, എനിക്ക് വിധിച്ചത് ഇത് തന്നെയാണോ, അങ്ങനെ ഒരു ചില കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കാറുണ്ട്. അപ്പം ഇത്തരം ആരെങ്കിലും സിസ്റ്റർ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും സിസ്റ്റർ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? ഇവിടെ അങ്ങനെ ഒരു അപ്രോച്ച്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജോലിയുടെ ഒരു പ്രത്യേകത അനുസരിച്ച് ഇവിടെ ഒത്തിരി ആരോടും ഒത്തിരി പുറത്തുനിന്നാണെങ്കിലും നമ്മൾ ആരും മറ്റുള്ളവരെ കണ്ടുകൊണ്ട് സന്യാസ സമൂഹത്തിലോട്ട് പോകേണ്ട ആവശ്യമില്ല. തമ്പുരാൻ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു വഴിക്ക് നമ്മളെ വിളിച്ച സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം വെച്ചാൽ ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഞാൻ തിരിച്ച് കോൺവെന്റിലേക്ക് വന്നെത്തും എന്നുള്ളത്. തമ്പുരാൻ എന്നെ കൊണ്ടുവന്നതാ. പരിശുദ്ധാത്മാവിന്റെ ഒരു കരം എപ്പോഴും കൂടെ ഉണ്ടാവും. വിളിച്ചിട്ടുണ്ടോ, വിളിച്ചവൻ വിശ്വസ്തനായിരിക്കും. അവൻ തിരിച്ച് എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിക്കും. പിന്നെ കൺഫ്യൂഷൻ അത് മറ്റുള്ളവരെ നോക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് വരുന്നതെന്ന് തോന്നും. ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തില് സഭ ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പം ഉള്ളിലൊരു ഇഷ്ടമുള്ളവരാണെങ്കിലും ചിലപ്പോൾ തോന്നും ഞാനിനി പോയാൽ എങ്ങനെയായിരിക്കും. അത് ഞാൻ എന്നിലേക്ക് നോക്കുന്നതുകൊണ്ടല്ലേ, തമ്പുരാനിലേക്ക് നോക്കിയാൽ മതി. തമ്പുരാനാണല്ലോ എന്നെ വിളിക്കുന്നത്. അപ്പം തമ്പുരാനിലോട്ട് മുമ്പോട്ട് നോക്കി പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ വൊക്കേഷൻസ് ഒക്കെ ഇപ്പോൾ വളരെ കുറവാണ്. അത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ സഭ ഒരിക്കലും നിന്നു പോകത്തൊന്നുമില്ല. പണ്ട് മുതലേ പീഡനമേറ്റ് വളർന്നു വന്നൊരു സഭയാണ് കത്തോലിക്ക സഭ. അത് ഇനിയും മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ചരിത്രം നമ്മൾ പഠിക്കുമ്പം നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒത്തിരിയേറെ സഹനങ്ങളിലൂടെയും പീഡാസഹനങ്ങളുടെ കല്ലേറുകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് സഭ. പക്ഷെ ഒരിക്കലും തകർക്കപ്പെട്ട് നശിച്ചില്ലാതെയായി പോയിട്ടില്ല. സഭ വീണ്ടും ഉയർത്തു വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും. ഞാൻ സഭയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി പേരെ പ്രാർത്ഥിക്കുന്നുമുണ്ട്. അതെ. അപ്പം സിസ്റ്റർ പറയുന്നത് എങ്ങനെയാണോ സഭ ഉയർന്നു വന്നത് അതുപോലെ നിങ്ങൾക്കും ഉയർന്നു വരാൻ പറ്റും ദൈവത്തിൽ വിശ്വസിച്ചാൽ. ദൈവത്തിൽ വിശ്വസിച്ചാൽ ആർക്കും അഴിപതറി പോകത്തില്ല. എൻ്റെ ഒരു ലൈഫിൽ ഞാൻ തകർന്നു പോകുന്നു വിചാരിച്ചിട്ടുള്ള പല സംഭവങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് തമ്പുരാൻ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന പോലെയാണ്. ചിലപ്പോൾ എനിക്ക് പറ്റത്തില്ല, ഇപ്പൊ ജോലിക്ക് ചെല്ലാൻ പറഞ്ഞു, പക്ഷെ ഞാൻ വിചാരിച്ചില്ല എനിക്ക് പറ്റും എന്നുള്ള രീതിയിലൊന്നും വന്നതല്ല. തമ്പുരാൻ കൊണ്ടുവന്നതാണ്. എല്ലായിടത്തും ഡീപ്പോളിൽ വർക്ക് ചെയ്യാനായിട്ട് പോയപ്പോഴാണെങ്കിലും തമ്പുരാൻ കൊണ്ടുപോയതാണ്. അല്ലെങ്കിൽ കോൺഗ്രേഷൻ എനിക്ക് തോന്നുന്നില്ല ഇത്ര പെട്ടെന്ന് ജോലിക്ക് പോകുന്നവരൊക്കെ വളരെ കുറവായിരിക്കും. ഉടുപ്പിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു ജോലിയിലേക്ക് പെട്ടെന്ന് പ്രവേശിച്ചു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു, ഇനിയിപ്പം പഠിത്തമൊക്കെ കഴിഞ്ഞു, ഇനി ജോലിയൊക്കെ എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഈ ഒരു ഫീൽഡിൽ എനിക്ക് ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ എനിക്ക് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് കിട്ടിയത് ഹാർഡ്വെയർ ടെക്നീഷ്യൻ ആയിട്ടായിരുന്നു. അതുപോലെ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ എല്ലാവരും, ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര നന്നായിട്ട് യൂസ് ചെയ്യായിരുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ എല്ലാവരും പറഞ്ഞു
മോനെ നീ അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, ഫോണൊന്നും അവിടെ അങ്ങനെ അലൗഡ് ആയിരിക്കില്ല, യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഫോണില്ലാതെ നിനക്ക് ജീവിക്കാനും പറ്റത്തില്ല. പക്ഷെ എനിക്ക് കോൺവെന്റിൽ വന്നതിന് ശേഷം എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ഫോണില്ലാതെ കോൺവെന്റിൽ ജീവിക്കാൻ പറ്റാതിരിക്കുന്നത്. എനിക്ക് ഫോണില്ലേലും എനിക്കത് അങ്ങനെ മിസ് ചെയ്തിട്ടില്ല ഒത്തിരി. കൂടെ സഹോദരിമാരെല്ലാരും അതേപോലെ കട്ടയ്ക്ക് സപ്പോർട്ടാണ്, പിന്നെ എന്തിനാ പേടിക്കുന്നത്. അപ്പം സിസ്റ്റർക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കാതെ ദൈവത്തിലേക്ക് നോക്കിയാലേ കാര്യമുള്ളൂ. അപ്പൊ നിങ്ങളുടെ ആ കൺഫ്യൂഷൻ തീരും എന്നല്ല? തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞാല് ഒരു പുതിയ കാലഘട്ടത്തിൽ നിന്നും തന്നെയാണ് സിസ്റ്റർ ആവാം എന്ന തീരുമാനത്തിൽ നിന്നും സിസ്റ്റർ എത്തിയിരിക്കുന്നത് അല്ലെ? സോഷ്യൽ മീഡിയ ഒക്കെ വളരെയധികം വൈറലായിരിക്കുന്ന സമയത്ത് അത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതിലേക്ക് അടിമപ്പെട്ടു പോവാതെ വളരെ ഈസി ആയിട്ട് ഉടുപ്പിട്ട് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ലെ? അത് തമ്പുരാൻ നമുക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടല്ലോ, എല്ലാം ഉപയോഗിക്കാം. അത് എത്രത്തോളം ഉപയോഗിക്കണം എന്നുള്ളത് നമ്മളല്ലേ തീരുമാനിക്കുന്നത്. ഇപ്പോഴത്തെ മക്കൾക്ക് ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ അവരെല്ലാം ഉപയോഗിക്കും, അത് ആവശ്യത്തിനല്ല, ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കും. അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പാരൻസിന് പറ്റുന്നില്ല, അല്ലെങ്കിൽ കൂടെ ഉള്ളവർക്ക് പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഇപ്പോൾ മാനന്തവാടിയിലെ ഏറ്റവും സീനിയർ ആയ എന്ന് തന്നെ പറയാം അല്ലെ? ഏകദേശം 60 വർഷത്തോളമായ ഒരു സന്യാസ അംഗമാണ് സിസ്റ്റർ റോസ്ലിൻ. അതെ, നമ്മൾ ട്രീസ സിസ്റ്ററിനെ മുന്നേ പരിചയം ഉണ്ടായിരുന്നു അല്ലെ? ഞങ്ങൾക്ക് സിസ്റ്ററിന്റെ വീടിന്റെ അടുത്ത് കോൺവെന്റ് ഉണ്ട്, പല്ലന്തുരുത്ത് എന്ന് പറയും. അപ്പോൾ കുഞ്ഞിലെ കണ്ടു പരിചയമുണ്ട് ആദ്യകാലത്ത്. അപ്പൊ അത്ര ആ ചെറുപ്പം തൊട്ടേ പരിചയമുള്ള ഒരാള് ഇന്ന് ഉടുപ്പിട്ട് സിസ്റ്ററുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ സിസ്റ്റർക്ക് എന്ത് തോന്നുന്നു? അയ്യോ, ഭയങ്കര സന്തോഷം. ആ കുഞ്ഞ് ഇത്രയും വളർന്ന് ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൽ ചേർന്ന് ഇപ്പം ഞങ്ങളോടുകൂടി ആയിരിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അത് തീർച്ചയായിട്ടും ഒരു വലിയ സന്തോഷം. കാരണം ഞങ്ങളുടെ സിസ്റ്റേഴ്സ് അവിടെ സേവനം ചെയ്യുന്നു. അപ്പം കുറച്ചെങ്കിലും അതൊക്കെ കണ്ടിട്ടായിരിക്കും ഈ സമൂഹത്തിലേക്ക് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ സമൂഹത്തിൽ വന്നിട്ടായാലും ഞങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. വലിയ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് കാണുമ്പം പ്രായമായ ഞങ്ങൾക്കൊക്കെ ഇതുപോലെ ചെറുപ്പമുള്ള കൊച്ചു സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അവരാണ് ഇനി ഈ സമൂഹം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പം ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ സിസ്റ്റർ പറഞ്ഞിരുന്നു, ഇടയ്ക്കൊന്ന് പോയി ഒരുപാട് കാലം പഠിച്ചു, കൂട്ടുകാരുടെ കൂടെയൊക്കെ കറങ്ങി നടന്നു, അങ്ങനെ ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ജീവിച്ച് വന്നിട്ട് പെട്ടെന്ന് വീണ്ടും തിരിച്ച് ഈ സന്യാസ സമൂഹത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു വന്ന ആളാണ് സിസ്റ്റർ ട്രീസ. അപ്പൊ അങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്തിയപ്പോ, അതായത് ഈ കാലഘട്ടത്തിൻ്റെതായ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സിസ്റ്ററുടെ ഭാഗത്തുനിന്ന് സിസ്റ്റർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? റോസ്ലിൻ സിസ്റ്റർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എല്ലാം നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്ത്. എനിക്ക് തോന്നുന്നു സിസ്റ്റർ ട്രീസയുടെ കൂടെ ഉണ്ടായിരുന്നവർ സിസ്റ്ററിനേക്കാളും കുറച്ചുകൂടി പ്രായം കുറഞ്ഞവരായിരുന്നു കൂടെ ഉണ്ടായിരുന്നവർ. അപ്പം അവരായിട്ട് നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്ത്. അത് ഒത്തിരി എളുപ്പമല്ല, കാരണം ഒരു പ്രൊഫഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പ്ലസ് ടു ഉള്ള കുട്ടികളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ല. എന്നാലും അതെല്ലാം നല്ലപോലെ തരണം ചെയ്ത് സ്നേഹത്തോടും വളരെ കാര്യക്ഷമതയോടും കൂടി ഈ സമൂഹത്തിലും ആയിരുന്ന സമൂഹങ്ങളിലെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇന്നത്തെ കാലത്ത് ദൈവവിളി വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ്. സമൂഹങ്ങളിലേക്ക് കുട്ടികളധികം വരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ദൈവവിളിയുള്ള കുട്ടികൾ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനത്തോടുകൂടി വരുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏകദേശം 60 വർഷത്തോളം എങ്കിലും സീനിയോറിറ്റി ഉണ്ട് സിസ്റ്റർക്ക്. അപ്പം ഈ സന്യാസ സമൂഹത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ വന്ന ഒരാളായിരിക്കണം അല്ലെ? അതെ. അപ്പം അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയുക. കാരണം ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അന്ന് ഇത് തുടങ്ങി വരുമ്പോൾ ഒത്തിരി വെല്ലുവിളികൾ ചിലപ്പോൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. ഇല്ല, വളരെ ഈസി ആയിട്ട് അന്നൊക്കെ ഈസി ആയിരുന്നു. സിസ്റ്റർക്കല്ല, കാലഘട്ടത്തിനനുസരിച്ച് സമൂഹത്തിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇങ്ങനെയൊരു സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാലത്തെ ഉണ്ടായിരുന്ന ആളാണല്ലോ. ഞങ്ങളുടെ സമൂഹം ആരംഭിച്ചത് ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ സ്ട്രാസ്ബുർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ നിന്ന് അന്നൊന്നും ഞങ്ങളില്ല, അതൊക്കെ 17-ാം നൂറ്റാണ്ടിൽ ആയിരുന്നു, 1734. അവിടുന്ന് ജർമ്മനിക്ക് സിസ്റ്റേഴ്സ് പോയി അവിടെ തുടങ്ങി. ജർമ്മനിയിൽ ഒത്തിരിയേറെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലും. പിന്നെ 10,000-15,000 സിസ്റ്റേഴ്സുള്ളൊരു സമൂഹമായിരുന്നു ഞങ്ങൾ. വിൻസെൻ്റ് ഇപ്പോൾ തുടങ്ങിയ
സഭയല്ല. സെൻറ്റ് വിൻസെൻറ്റിൻ്റെ സ്പിരിച്വാലിറ്റി ഞങ്ങൾ സ്വീകരിച്ചിട്ട് തുടങ്ങിയൊരു സഭയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും, ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്ന സന്യാസ സമൂഹമാണ് സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ തുടങ്ങിയത്. ഞങ്ങൾ വിൻസെൻ്റ് പോളിൻ്റെ സ്പിരിച്വാലിറ്റി എടുത്ത് തുടങ്ങിയൊരു സമൂഹം ജർമ്മനിയിലുണ്ട്. ഇപ്പം ഞാൻ 1963 ജർമ്മനിക്ക് പോയി 17 വയസ്സിൽ. അവിടെ ഞങ്ങളും ഒരു 4 പേര് ആദ്യം പോയി. അവിടെ ഞങ്ങളുടെ സമൂഹത്തിൻ്റെ ഫോർമേഷൻ എല്ലാം കഴിഞ്ഞ്, അതായത് ആസ്പിറൻസി, പോസ്റ്റലൻസി, നൊവിഷ്യാറ്റ്, പിന്നെ വെസ്റ്റിഷ്യൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രൊഫഷണൽ ട്രെയിനിങ്, നേഴ്സിംഗ് പഠിച്ചു. അതിനുശേഷം ട്രെയിനിങ്ങുകളൊക്കെ കഴിഞ്ഞ് പിന്നീട് ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ തുടങ്ങാനായിട്ട് ഞങ്ങൾ ആന്ധ്രാപ്രദേശത്ത് ആദ്യം തുടങ്ങിയിട്ടുണ്ട്, 2 സമൂഹം ആന്ധ്രാപ്രദേശത്ത്. അതിനുശേഷം മാനന്തവാടിയിലാണ് ഞങ്ങളുടെ സന്യാസിനി സമൂഹം ആസ്ഥാനമായിട്ട്, അതായത് ജനറലേറ്റ് തുടങ്ങിയത്. അപ്പോൾ അതിൽ ആദ്യത്തെ ബാച്ച് ഉള്ള ആളാണ് ഞാൻ. അതിനു മുമ്പ് എന്നേക്കാൾ സീനിയർ സിസ്റ്റേഴ്സ് ഉണ്ട്, ഒരു അല്പം കൂടിയത്. പക്ഷേ മാനന്തവാടിയിൽ ഞങ്ങൾ ആരംഭിച്ചു. അതാണ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ മാനന്തവാടി. വിൻസെൻഷൻ അച്ഛന്മാർ, അതായത് നമ്മുടെ ഈ പറയുന്ന വിൻസെൻഷൻ അച്ഛന്മാരാണ് ഞങ്ങളെ അന്ന് കാലഘട്ടത്തിലെല്ലാം സഹായിച്ചുകൊണ്ടിരുന്നത്. ബഹുമാനപ്പെട്ട കമ്മട്ടിലച്ഛൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട കമ്മട്ടിലച്ഛൻ ഞങ്ങളെയൊക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ മാനന്തവാടി ആസ്ഥാനമാണ് ഇപ്പോൾ ഞങ്ങളുടെ ജനറലേറ്റ്. അവിടെ നിന്ന് ആണ് ഇവരെ പോലുള്ളവർ വരികയും ഈ ഫോർമേഷൻ എല്ലാം നടത്തി വെസ്റ്റിഷൻ കഴിഞ്ഞ് ഇനിയിപ്പോൾ സിസ്റ്റർ ട്രീസ ജോസ് നിത്യപറഞ്ഞപ്പിനായിട്ട് ഒരുങ്ങും. അതാണ് ഇനിത്തെ. പിന്നെ ഞങ്ങൾ പല സ്ഥലത്ത് ഞങ്ങളുടെ കോൺഗ്രേഷൻ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. നോർത്ത് ഈസ്റ്റിലുണ്ട്, ആന്ധ്രാപ്രദേശത്ത്, പിന്നെ കേരളത്തിൽ 10-14 കോൺവെൻറ്റുകളുണ്ട്. കൂടുതലായിട്ട് നേഴ്സിങ്ങിനാണ് ഞങ്ങളുടെ അതിര ശുശ്രൂഷയാണ് ഇത്. വിൻസെൻ്റ് പോളിൻ്റെ കരുണാദ്രമായ സ്നേഹം ലോകത്തെ കീഴടക്കും, അതാണ് ഞങ്ങളുടെ മോട്ടീവ്. ഇന്ന് ഈ ദിവസം ഞങ്ങളുടെ ഒപ്പം ഇരുന്നുകൊണ്ട് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെൻറ്റ് വിൻസെൻ്റ് ഡി പോൾ എന്ന സന്യാസ സമൂഹത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന്, ആ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. മാത്രമല്ല, ട്രീസ സിസ്റ്ററിൻ്റെ കഥ എന്ന് പറയാം അല്ലേ, എങ്ങനെ പഠനത്തിലേക്ക് പോവുക, വീണ്ടും ഈ ഉടുപ്പിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നു, എന്നിട്ട് ദൈവത്തിൻ്റെ അടുത്ത് തന്നെ ജീവിക്കാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷിക്കുന്ന ഈ ട്രീസ സിസ്റ്ററിൻ്റെ കഥ ഇനി വരുന്ന എല്ലാ തലമുറയ്ക്കും ഒരു പ്രചോദനമാവട്ടെ എന്നുകൂടെ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം ഈ സമയം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി. സന്യാസ ജീവിതം എന്നും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പക്ഷെ ദൈവത്തോട് അടുക്കും തോറും ആ വെല്ലുവിളികളെ എളുപ്പം തരണം ചെയ്യാൻ സാധിക്കുന്നു. സിസ്റ്റർ ട്രീസയുടെ ജീവിതകഥ ഇന്നത്തെ തലമുറയ്ക്ക് എന്നും ഒരു പ്രചോദനവും ഒരു സഹായവും ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ചോസന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു വ്യക്തിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.